നോക്കിയയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കിയ G20. ഈ ഫോൺ വരുന്നത് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ G20 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ നോക്കിയ ഫോണുകളുടെ എടുത്തു പറയേണ്ട ഫീച്ചറായിട്ട് വരുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് നോക്കിയയുടെ ഫോണുകൾ വരാറ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിൽ ബ്ലോട്ട്വെയർസ് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ നോക്കിയ ബ്രാൻഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഈവൻ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണുകളാണെങ്കിൽ തന്നെ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലും നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ 1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ ഓസോ ഓഡിയോ എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 3D ഓഡിയോയും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കും. സാധാരണ ഈ ഒരു ഫീച്ചർ അത്രയും ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ട് കേൾക്കാറില്ല. പക്ഷേ എനിക്ക് നോക്കിയ ഫോണുകളിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഓസോ ഓഡിയോ എന്നുള്ള ഫീച്ചർ. കാരണം വീഡിയോ റെക്കോർഡിങ്ങിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓഡിയോയും കാര്യങ്ങളൊക്കെ ഇതുവഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5050 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ നിരാശപ്പെടുത്തി എന്ന് പറയാനുള്ള ഒരു കാര്യം ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ. അത് ഈ ഫോണിൽ മിസ്സിംഗ് ആണ്. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിങ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നിരാശപ്പെടുത്തി എന്ന് പറയാനുള്ള മറ്റൊരു കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല. HD റെസൊല്യൂഷൻ മാത്രമേ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ഫുൾ HD റെസൊല്യൂഷനാണ്. അത് ഇവിടെ കിട്ടുന്നില്ല. അതുമാത്രമല്ല ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം പല ഫോണുകളിലും പഞ്ചോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഇവിടെ നമുക്ക് ലഭിക്കുന്നില്ല. അതുമാത്രമല്ല ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന പഞ്ചോൾ ഡിസ്പ്ലേ ഉള്ള അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD റെസൊല്യൂഷനുള്ള പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ഉള്ള ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു ടൈമിൽ നോക്കിയയുടെ ഈ ഫോണിൽ ഈ ഫീച്ചേഴ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇതിൽ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എങ്കിലും കൊടുക്കായിരുന്നു. ഇനി 2 ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം ഒന്നെങ്കിലും കൊടുക്കായിരുന്നു. അതൊന്നും തന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 197 gram ആണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9.2 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ സർക്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ നിരാശപ്പെടുത്തി എന്ന് പറയുന്നതിൽ ഏറ്റവും മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം പ്രോസസ്സറാണ്. mediatekൻ്റെ helio G35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇത് 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പ്രോസസ്സറാണ്. അതേ ഒരു പ്രോസസ്സർ തന്നെയാണ് 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന നോക്കിയയുടെ ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നോക്കിയയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം mediatekൻ്റെ helio G95 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സറൊന്നും വേണ്ട. അതിൻ്റെ താഴെ വരുന്ന അറ്റ്ലീസ്റ്റ് mediatekൻ്റെ helio G85 എന്നുള്ള പ്രോസസ്സറെങ്കിലും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കായിരുന്നു. ആ ഒരു ടൈമിലാണ് അതിനേക്കാളൊക്കെ വളരെ താഴെ വരുന്ന mediatekൻ്റെ helio G35 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം പെർഫോമൻസ് ഒക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കില്ല. പിന്നെ ഈ ഫോണിൽ 4 GB RAM ആണ് വരുന്നത്. 64 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. ജൂലൈ 15 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 7 മുതലാണ് ഈ ഫോണിൻ്റെ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ മറ്റ് പല ഫീച്ചേഴ്സും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പല ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നില്ല. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിലും പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ കൊടുക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോൺ നിരാശപ്പെടുത്തി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.